Good afternoon all. How are you? എല്ലാരും ഫുഡ് കഴിച്ചില്ലേ? ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞില്ലേ? Okay. Next we study before, after and between. നമ്മൾ രാവിലെ എന്താ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? സ്പെല്ലിങ്സ് ആയിരുന്നു അല്ലേ? എല്ലാവരും എഴുതിയില്ലേ സ്പെല്ലിങ്സ്? നമ്മൾ അതുകൊണ്ട് അത് അവിടെ നിർത്തി. 50 വരെ നമ്മൾ സ്പെല്ലിംഗ് പഠിക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കില് ബിഫോർ. All of you open your textbook, page number 49. Page number 49. Okay, are you ready? All of you look at the textbook. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയെന്നേ. എല്ലാവരും അവനവന്റെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക, വേറെ പണിക്കൊന്നും പോകരുത് കേട്ടോ. ലുക്ക് ഹെഡിങ് നോക്കിക്കേ, ബിഫോർ, ആഫ്റ്റർ ആൻഡ് ബിറ്റ്വീൻ. കണ്ടോ? ബിഫോർ, ആഫ്റ്റർ ആൻഡ് ബിറ്റ്വീൻ. അവിടെ ഒരു 3 പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നത് കണ്ടോ? 2 ഗേൾസും 1 ബോയ് അല്ലേ? ബോയ് എവിടെയാണ്? മിഡിലാണ് നിൽക്കുന്നത്. സിയാൻ ആൻഡ് ഷൻസ. ഡോണ്ട് ടോക്ക്, ലിസൺ ഹിയർ. ഓക്കെ, ലുക്ക് അവരുടെ പേര് അവരുടെ മേത്ത് എഴുതിയേക്കുന്ന കണ്ടോ? അവരുടെ ബോഡിയിൽ എഴുതിയേക്കുന്ന കണ്ടോ? നിങ്ങൾ കണ്ടോ? ഫസ്റ്റ് ആരാണ്? ടിയ, TIA, ടിയ. മിഡിൽ ആരാണ് നിൽക്കുന്നത്? ജോൺ. ബാക്കിൽ ആരാണ് നിൽക്കുന്നത്? പിയ. കണ്ടോ? ടിയ, ജോൺ, പിയ. കണ്ടോ? 3 മെമ്പേഴ്സ് അവിടെ നിൽപ്പുണ്ട് അല്ലേ? അല്ലേ? ഓക്കെ. ടിയ ഈസ് സ്റ്റാൻഡിങ് ബിഫോർ ജോൺ. ടിയ ഈസ് സ്റ്റാൻഡിങ് ബിഫോർ ജോൺ. ടിയ എവിടെയാണ് നിൽക്കുന്നത്? ജോണിന് മുമ്പിലാണ് അല്ലേ? അല്ലേ? എന്താണ് ബബിക? നെക്സ്റ്റ്, പിയ ഈസ് സ്റ്റാൻഡിങ് ആഫ്റ്റർ ജോൺ. ജോൺ കഴിഞ്ഞിട്ടാണ് പിയ നിൽക്കുന്നത്. ആഫ്റ്റർ ജോൺ. പിയ നിൽക്കുന്നത് ജോൺ കഴിഞ്ഞിട്ടാണ്. കണ്ടോ? ടിയ എവിടെയാണ്? ടിയ ഈസ് സ്റ്റാൻഡിങ് ബിഫോർ ജോൺ. ജോണിന് മുമ്പാണ് ആര് നിൽക്കുന്നത്? ടിയ നിൽക്കുന്നത്. നെക്സ്റ്റ്, പിയ ഈസ് സ്റ്റാൻഡിങ് ആഫ്റ്റർ ജോൺ. ജോണിന് കഴിഞ്ഞിട്ടാണ് ആര് നിൽക്കുന്നത്? ആര് നിൽക്കുന്നത്? പിയ നിൽക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ജോൺ ഈസ് സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ടിയ ആൻഡ് പിയ. ഫ്രണ്ടിൽ ആരാണുള്ളത്? ഫ്രണ്ടില് ടിയയും ബാക്കില് പിയയുമാണ്. അതിന്റെ ബിറ്റ്വീൻ ആയിട്ട് ആരാണുള്ളത്? ജോൺ ആണ് അല്ലെ? ജോണ് ഇവരുടെ രണ്ടുപേരുടെ മിഡിലാണ് നിൽക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ എല്ലാവർക്കും? പിയയുടെയും ടിയയുടെയും ബിറ്റ്വീൻ ആണ് ആര്? ജോണ്. മനസ്സിലായോ? ഇപ്പം ലുക്ക് ടീച്ചർ മിസ് ഇവിടെ കാണുന്നത് നമ്മുടെ കുറച്ച് എക്സാമ്പിൾ പറയാം. ഭവികയുടെയും അഡാൽസിറിന്റെയും ബിറ്റ്വീൻ ആണ് അർജുൻ രാജേഷ്. കണ്ടോ? ഭവിക ബിഫോർ ആണ് അല്ലെ? ഭവിക ഈസ് ബിഫോർ അർജുൻ രാജേഷ്. നെക്സ്റ്റ്, അഡാൽ സിറിൽ ഈസ് ആഫ്റ്റർ ആരാണ്? അർജുൻ രാജേഷ്. അർജുൻ രാജേഷ് കഴിഞ്ഞിട്ടാണ് അഡാൽ സിറിലും അർജുൻ രാജേഷിന് മുമ്പാണ് ഭവികയും ഉള്ളത്. മനസ്സിലായോ? മനസ്സിലായോ? ഇപ്പൊ ഏഞ്ചലിന്റെ അടുത്ത് ആരാ ഉള്ളത്? അമ്മ അല്ലെ? അമ്മ കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ആരാ ഉള്ളത്? ആരാ ഉള്ളത്? ഏഞ്ചല്. ഏഞ്ചലാണ് അല്ലെ? അതിന്റെ ഇപ്പുറത്ത് ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഏഞ്ചൽ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഏഞ്ചലിന്റെ ഇപ്പുറത്ത് ആരെങ്കിലും ഇരിപ്പുണ്ടോ? അമ്മ മാത്രമേ ഉള്ളൂ. ഇപ്പുറത്തെ ഒരാളെയും കൂടെ ഇരുത്തിക്കേ. അന്നേരം ബിറ്റ്വീൻ ആരായിരിക്കും? ഏഞ്ചൽ ആയിരിക്കും. മനസ്സിലായോ? മനസ്സിലായോ? ഇപ്പം പപ്പയും മമ്മിയുടെയും നടുക്ക് കയറി ഇരിക്കുവാണെങ്കിൽ ആരാണ് ബിറ്റ്വീന്? നിങ്ങളായിരിക്കും ബിറ്റ്വീന്. മനസ്സിലായോ? പപ്പയുടെയും മമ്മിയുടെയും ബിറ്റ്വീൻ നമ്പർ ആരായിരിക്കും? നിങ്ങളായിരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ, ഇവിടെ നോക്കിക്കേ. ഇവിടെ ഒരു പെൻസിൽ കൊടുത്തിട്ടുണ്ട്. ലെറ്റ് us see their use in numbers. ഇത് നമുക്ക് നമ്പേഴ്സിൽ നോക്കാം. Here is a pencil on number 4.
4ന്റെ അടുത്തായിട്ട് ഒരു പെൻസിൽ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക്, ഓൾ ഓഫ് യു ലുക്ക് അറ്റ് ദ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിരുന്നോണം. കണ്ടോ, 4ന്റെ അടുത്തൊരു പെൻസിൽ കൊടുത്തിട്ടുണ്ട് ഇല്ലേ? 3 is on the left of the pencil. എന്താണ് ഈ 4ന്റെ ഈ പെൻസിലിന്റെ ലെഫ്റ്റ് സൈഡിലാണ് 3ഉം 2ഉം 1ഉം 0യും ഒക്കെ ഉള്ളത്. എന്താണുള്ളത്? ലെഫ്റ്റ് സൈഡ്, ഇടത് സൈഡിലാണ്. മനസ്സിലായോ? 4 കഴിഞ്ഞിട്ടാണോ 3 വരുന്നത്? അല്ല, 4ന് മുമ്പാണ്. 3 is before 4. എന്താണ്? 3 is before 4. 4ന് മുമ്പാണ് 3. മനസ്സിലായോ? 4ന് മുമ്പാണ് 3. ഡു യു അണ്ടർസ്റ്റാൻഡ്? നമുക്ക് എഴുതി വരുമ്പോ മനസ്സിലാവേ. മിസ്സിനിപ്പോ ഇവിടെ ഒന്നും കാണിച്ചു തരാൻ പറ്റിയല്ല. മനസ്സിലായില്ലേ? നെക്സ്റ്റ് ലുക്ക്. 5 is on the right of the pencil. അതായത് റൈറ്റ് സൈഡ് ഏതാണ് നിങ്ങളുടെ? ഇതാണ് നിങ്ങളുടെ റൈറ്റ് സൈഡ്. നമ്മൾ ഫുഡ് കഴിക്കുന്ന ഹാൻഡ് ഏതാണ്? അത് റൈറ്റ് അല്ലെ? ഇത് ലെഫ്റ്റ്. ഓക്കെ, റൈറ്റ് സൈഡിലാണ് എന്തുള്ളത്? 5. അന്നേരം 5 is after 4. 4 കഴിഞ്ഞിട്ടാണ് 5 വരുന്നത്. അർജുൻ രാജേഷ് ഉറങ്ങിയോ? എനിക്ക് ഉറക്കം വരുന്നുണ്ടല്ലോ. അർജുൻ രാജേഷ് സ്റ്റക്കായി പോയതല്ലേ? ഞാൻ ഓർത്ത് ഉറങ്ങിപ്പോയതാണ്. ഓക്കെ, നെക്സ്റ്റ് 5 is after 4. 4 കഴിഞ്ഞിട്ടാണ് എന്തുള്ളത്? 5 ഉള്ളത്. മനസ്സിലായോ? Now we shall study before. ഇനി നമുക്ക് ഈ 3 എണ്ണോടെ കൂട്ടി കലർത്തി നമുക്ക് പഠിക്കണ്ട. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം പഠിക്കാം അല്ലേ? നമുക്കൊന്ന് ബിഫോർ ഒന്ന് ചെയ്ത് നോക്കിയാലോ? All of you open your notebook and pencil. All of you open your notebook. മിസ് ഒന്ന് എക്സാമ്പിൾ കാണിച്ചു തരാം. ബിഫോർ നമുക്ക് ആദ്യം ബിഫോർ ചെയ്യാവേ. ഹെഡിങ് നമുക്ക് ബിഫോർ കൊടുക്കാം. ഹെഡിങ് നമുക്ക് ബിഫോർ കൊടുക്കാം. ബിഫോർ ഫസ്റ്റ് വണ് ബിഫോർ ആണ്. വേറെ ഒന്നും നമുക്ക് പഠിക്കണ്ട. ആദ്യം ബിഫോർ മാത്രം പഠിക്കാം. ബിഫോർ അണ്ടർലൈൻ. ബിഫോർ എന്ന് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്യുക. ഇത്തേല് ടച്ച് ചെയ്യരുതെന്ന് മിസ് പറഞ്ഞു. UKG ബാഡ് സ്റ്റുഡൻസ് ആണോ? ബിഫോർ, BEFORE, ബിഫോർ. റൈറ്റ് നീറ്റ്ലി. BEFORE, ബിഫോർ. ലുക്ക്, ഇവിടെ ഡാഷ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങള് ഡാഷ് ഇട്ടിട്ട് ഒരു ഹൈഫൺ കൊടുക്കുക. എന്നിട്ട് 6 എഴുതുക. സോറി മിസ് ചെയ്യട്ടെ. ഇവിടെ നിങ്ങള് ഫോണ്ട് മാറിയിട്ട് കുറച്ച് മാറിയിട്ട് 6 എഴുതുക. 6 എഴുതിയോ? ഒരു കോളം വിട്ടിട്ട് 6 എഴുതിക്കേ. 6. സിക്സ് എഴുതിയോ? എല്ലാവരും എഴുതിയോ? ഓക്കെ. വിച്ച് നമ്പർ കംസ് ബിഫോർ 6? 6ന് മുമ്പ് വരുന്ന നമ്പർ ഏതാണ്? ഏതായിരിക്കും? 6ന് മുമ്പ് വരുന്ന നമ്പർ 5 ആണ് അല്ലേ?
5 ആണ്. എന്നിട്ട് റൈറ്റ് 5. മനസ്സിലായോ? നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നമാണിത്. before 5. മനസ്സിലായോ? നെക്സ്റ്റ് വൺ ലുക്ക് 8 സോറി 8 before. 8 before എന്തായിരിക്കും? 8 before നഹ്ല ഫാത്തിമ പ്ലീസ് അൺമ്യൂട്ട്. ഏതായിരിക്കും 8 before? which number comes before 8? ബിഫോറിന് മുമ്പ് വരുന്ന നമ്പർ ഏതാ? ഏത് നമ്പർ കഴിഞ്ഞിട്ടാ 8 വരുന്നത്? അന്നേരം 8ന് മുമ്പുള്ള നമ്പർ ഏതാ? 8ന് മുന്നേ ബിഫോർ പറഞ്ഞോ? 8 വരെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. 8 വരെ ഒന്ന് പറഞ്ഞു നോക്കാം. 1 2 പറഞ്ഞോ. 1 2 3 4 5 6 7 നെക്സ്റ്റ് നമ്പർ 8. നോ സോറി 8 വരെ പറഞ്ഞാ മതി. 8 വരെ അന്നേരം ഏത് നമ്പർ കഴിഞ്ഞിട്ട് 8 പറഞ്ഞ മോള്? ഏത് നമ്പർ കഴിഞ്ഞിട്ടാ? ഏത് നമ്പർ കഴിഞ്ഞിട്ടാ? ഏത് നമ്പർ കഴിഞ്ഞിട്ടാ നഹല? ഓക്കെ, നഹലക്ക് അറിയില്ലല്ലേ? പഠിക്കണേ. എഡ്വിൻ ജോസഫ് പ്ലീസ് അൺമ്യൂട്ട്. എഡ്വിൻ ജോസഫ്, which number comes before 8? ഏതായിരിക്കും 8ന് മുമ്പുള്ള നമ്പർ? 7. വെരി ഗുഡ്. ഏതാണ് നമ്പർ? 7 ആണ്. കണ്ടോ? 7 ആണ്. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്പേഴ്സ്. ഇനി ഓരോന്നോട് മിസ് കാണിച്ചു തരാവേ എക്സാമ്പിള്. അപ്പം 3. which number comes before 3? മിസ് ചോദിക്കാവേ. ആരും എഴുതില്ല. അമന ഫാത്തിമ പ്ലീസ് അൺമ്യൂട്ട്. അമന ഫാത്തിമ, which number comes before 3? 3ക്ക് മുമ്പ് വരുന്ന നമ്പർ ഏതാ? ഏതാണ്? 2 അല്ലേ? 2 ആണല്ലേ? ഓക്കെ. ഈ നമ്പേഴ്സ് ഒന്ന് നോട്ട്ബുക്കിൽ എഴുതി നോക്കിക്കേ. ഇവിടെ ഡാഷ് ഇടണേ. ആ 5ന്റെ അടുത്ത് നിങ്ങൾ ഡാഷ് ഇട്ടിട്ട് വേണം 6 എഴുതാൻ. മനസ്സിലായോ? ഡാഷിന്റെ അടുത്ത് വരയിട്ടിട്ട് വേണം നിങ്ങൾ 6 എഴുതാൻ. 7ന്റെ അടുത്ത് വരയിട്ടിട്ട് 8 എഴുതണം. 2ന്റെ അടുത്ത് വരയിട്ടിട്ട് 3 എഴുതണം. എന്നിട്ട് അവിടെ 5 which number comes before 6? 5. which number comes before 8? 7. which number comes before 3? 2. ഫിനിഷ് ആയോ? ഫിനിഷ് ചെയ്തില്ല എല്ലാവരും? ഇപ്പൊ വന്നൊരു അയോൺ സാബിന് മനസ്സിലായോ എങ്ങനെയാന്ന്? അയോൺ സാബിന് മനസ്സിലായോ? അയോൺ സാബിന് മനസ്സിലായോ? അൺമ്യൂട്ട് ചെയ്യാൻ പാടില്ല.
ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ലേ അത്? ഇവിടെ എന്താ എഴുതണ്ടേ നോക്ക്. ഇവിടെ നോക്കിക്കേ. ഇപ്പുറത്ത് അപ്പുറത്തല്ലേ എഴുതുക? ഇപ്പുറത്തുണ്ടാവില്ലേ? ബിഫോർ ഉണ്ട്. നോട്ട്ബുക്കിൽ കുറച്ചും കൂടെ നമുക്ക് ചെയ്യാം. ബിഫോർ. നോക്ക്, 1 4 14 അല്ലേ? 1 4 14. Look, which number comes before 14? Ayon Sabin say, please unmute and say. Ayon Sabin. Number comes before 14. 12 ആണ്. 12 14. 13. Very good. 1 3 13 അല്ലേ? 1 3 13. ഇവിടെ ആ 13 എടുത്ത് ഡാഷ് ഇടണം കേട്ടോ. ഇവിടെ 13 എഴുതി. ഇവിടെ അണ്ടർലൈൻ ചെയ്യണം 13. അതെ, 13. നെക്സ്റ്റ്, $25. Andros Geo. Which number comes before 25? 25 മുമ്പുള്ള നമ്പർ ഏതാ? Please unmute and say. Andros Geo. 24 അല്ലേ? 24. മനസ്സിലായോ എങ്ങനെയാണോ? Look, 33 before number. Jaswin Sijo. Please unmute. Jaswin Sijo. Please unmute. 32. Very good. 32. 32. 47 between number. Gauri Nanda, please unmute. Gauri Nanda, please unmute. 47 before. 47 before. ഏത് നമ്പർ കഴിഞ്ഞിട്ടാ 47 വരുന്നത്? 46 അല്ലേ? 46. ഡാഷ് ഇട്ടു. 46 എഴുത. 46. വരയ്ക്ക് മേലെ എഴുതി. 4 കാണാവോ? Okay, next. Before number. ഏതായിരിക്കും ഇഷാനെ? Please unmute. 21. Which number comes before 21? Ishan? Ishan, please unmute.
ഏതായിരിക്കും 21 ബിഫോർ നമ്പർ. ഏത് നമ്പർ കഴിഞ്ഞിട്ടാ 21 വരുന്നത്? 20. ആ 20. 32 എങ്ങനെ 33 വരുന്നത്? അപ്പൊ ആദ്യത്തെ നമ്പർ 32 എഴുതുക. 20. 32. ഇത്ര എഴുതിയാ? 14 before 30, 25 before. മിസ് പറയാതെ അൺമ്യൂട്ട് കുറേ പേരുണ്ട് ഇവിടെ. പിന്നെ 33 before 32, 47 before 43, 21 before 20. ഇനി ഒരെണ്ണോടെ മിസ് എഴുതിക്കാം. Sorry. 59 before number Christy Joseph. Please unmute. 59 before. Please unmute Christy Joseph. Christy Joseph. Joseph കേൾക്കുന്നില്ലേ മിസ് പറയുന്നത്? Please unmute. 58. Christy Joseph. Christy. കേൾക്കുന്നുണ്ടോ മിസ് പറയുന്നേ? Christy John. Please unmute. 59 before. 58. 58. Finish ചെയ്തോ? നമ്മൾ ടക്കാൻ പോവാണോ? ഫിനിഷ് ചെയ്തില്ലേ? മിസ് ഒന്ന് അറ്റൻഡൻസ് എടുക്കട്ടെ. എല്ലാരും എഴുതി കഴിഞ്ഞില്ലേ? മിസ് ഒന്ന് അറ്റൻഡൻസ് എടുത്തിട്ട് പറയാം കേട്ടോ. അവേദ്യ. ഇതായിരുന്നു ആദ്യ കീറി, ഇതായിരുന്നു മുറിച്ചിനി, പിന്നെ അങ്ങനെ കീറി. യെലോ. അംന ഫാത്തിമ. അഭിരാമി. ഷമീൽ. ഏഞ്ചൽ. ജസ്വൽ ബിനു. ആരോൺ ബിനോയ്. ഭാവ്യാമി പ്ലീസ്. അർജുൻ രാജേഷ്. ആരോമൽ. ടീച്ചർ മസ്ലോവ തോമസ്. കമ്മിങ് ഗോഡ്വിൻ. മസ്ലോവ മിസ് ഓരോരുത്തരും എഴുതിക്കട്ടെ. കാശിനാഥ്. മിസ് പേര് വിളിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. കാശിനാഥ്. നഹ്ല ഫാത്തിമ. ആൻഡ്രോസ് ജിയോ. ഇഷാന ആർ കെ. ഓക്കെ. ദേവപ്രിയ. മഹദിയ.
ഭാവയാമി. ക്രിസ്റ്റോ ജോൺ. അയോൺ സാബിൻ. മസ്ലോബ. ഗൗരീനന്ദ. മുഹമ്മദ് സാദ്. വൈഷ്ണവ്. ഭവിക. എന്താണ് ഭവിക? ചോറുണ്ടില്ലേ? ഒരു ക്ഷീണം പോലെ. ഫുഡ് കഴിച്ചില്ലേ? ദേവപ്രിയ, മഹദീയ, മുഹമ്മദ് സാദ്, ഭവിക. ആദിനാഥ് മിസ്സിനെ ഒന്ന് വിളിക്കണേ. പാർവണ. വൈകുന്നേരം ഒന്ന് വിളിക്കണം കേട്ടോ. ഈ ക്ലാസ് കഴിയുമ്പോ ഒന്ന് വിളിച്ചാൽ മതി മിസ്സിനെ. സിരീഷ്ണ. അലോൺ ജോസഫ്. രാവിലെ അലോൺ ഉണ്ടായിരുന്നോ? അലോണിനെ ഒന്ന് കാണുന്ന പോലും ഇല്ല, ഇരുട്ടായത് കൊണ്ട്. ഒന്ന് മുഖം കാണിക്കുവോ? ഷൻസ. ഇതല്ലേ സിയാൻ. ഓക്കെ. അന്ന ഗ്രേസ്. ക്രിസ്റ്റി. ഞാൻ ക്രിസ്റ്റീനെ കുറെ പ്രാവശ്യം വിളിച്ചായിരുന്നു. ക്രിസ്റ്റി കേൾക്കുന്നില്ലേ മിസ് പറയുന്നേ? കേൾക്കുന്നുണ്ടോ ക്രിസ്റ്റി? ഷോ യുവർ തം. ജസ്വിൻ സിജോ. ധ്യാൻ. എഡ്വിൻ ജോസഫ്. നസീം മുഹമ്മദ്. സമജ്ഞ. അല്ലേ? നോട്ട്ബുക്കിൽ ഡേറ്റ് എഴുതിയില്ലേ? ഇന്നത്തെ ഡേറ്റ് എല്ലാവരും എഴുതിയില്ലേ? ഇന്ന് ക്ലാസ് വർക്ക് ചെയ്തതിന്റെ എല്ലാവരുടെ പേര് വിളിച്ചില്ലേ മിസ്? ടീച്ചറെ ഷാമിലിന്റെ പേര് വിളിച്ചില്ല. ഷമീലിനെ വിളിച്ചല്ലോ. 4th. ഇവിടെ 4ാമതാണ് ഷമീല്. അന്നേരം മിസ് വിളിച്ചതാണ്. എല്ലാവരെയും വിളിച്ചു. നസീം മുഹമ്മദിനെ വിളിച്ചല്ലോ. നിങ്ങളുടെ വിളിക്കാൻ അൺമ്യൂട്ട് ചെയ്യരുത്. ഓക്കെ, ലിസൺ ഹിയർ. അവേദ്യ, എലോൺ, അംന ഫാത്തിമ, അഭിരാമി, കണ്ടോ ഇവിടെ പറയുമ്പോ വർത്താനം പറയുന്നേ. ഏഞ്ചൽ, ജസ്വൽ, ആരോൺ, അർജുൻ രാജേഷ്, ആരോമൽ, ഗോഡ്വിൻ, കാശിനാഥ്, നഖ്ല ഫാത്തിമ, ആൻഡ്രോസ് ജിയോ, ഇഷാൻ ആർ കെ, ദേവപ്രിയ, മഹദിയ, ഭാവയാമി, ക്രിസ്റ്റോ ജോൺ, അയോൺ സാബിൻ, ദേവപ്രിയ. 6 straight. മസ്ലോബ, ഗൗരീനന്ദ, മുഹമ്മദ് സാദ്, വൈഷ്ണവ്, ഭവിക, ആദിനാഥ്, പാർവണ, സിരീഷ്ണ, അലോൺ ജോസഫ്, ഷൻസ, സിയാൻ, അന്ന ഗ്രേസ്, ക്രിസ്റ്റി ജോസഫ്, ജസ്വിൻ, ധ്യാൻ, എഡ്വിൻ, നസീം മുഹമ്മദ്, സമജ്ഞ. ഓക്കെ ആയില്ലേ? ഇന്ന് ക്ലാസ് വർക്ക് ചെയ്തത് എല്ലാവരും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം കേട്ടോ. പോസ്റ്റ് ചെയ്യല്ലേ? ഓക്കെ, പോസ്റ്റ് ടീച്ചറെ. യെസ്. മഹദിയനെ വിളിച്ചില്ല?
യുകെജിയും ഒന്നിനും ഒരേ ഗ്രൂപ്പാണോ ആക്കിയത് വാട്സപ്പില്? 2 ഗ്രൂപ്പിലാണേ. എന്നാ യുകെജിന് മഹദീനെ ആഡ് ചെയ്യണോ? എന്നാല് നമ്പർ മഹദിയെ ആഡ് ചെയ്തില്ല. ഓക്കെ, ചെയ്തേക്കാം കേട്ടോ. ഒന്നിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഷാമിലിനെ വിളിച്ചില്ലല്ലോ. ഷമീലിനെ വിളിച്ചല്ലോ. എന്താ ഷമീലേ ശ്രദ്ധിക്കുന്നില്ലേ? ഓക്കെ, പിന്നെ ആ നമ്പേഴ്സ്, ബിഫോർ നമ്പേഴ്സ് നല്ലവണ്ണം വീട്ടിലിരുന്ന് ചെയ്ത് പഠിക്കണം കേട്ടോ. കുറച്ച് ഹോംവർക്ക് ഞാൻ നാളെ ഇട്ട് തരാം വാട്സപ്പ് ഗ്രൂപ്പില്. മിസ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, മിസ് ഇട്ട് തരാം. എല്ലാവരും ചെയ്ത് പോസ്റ്റ് ചെയ്യണം കേട്ടോ. ആ ഹോംവർക്ക് എല്ലാവരും ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യണം. ഇന്നത്തെ ക്ലാസ് വർക്ക് പോസ്റ്റ് ചെയ്യണം. ഓക്കെ, രാവിലെ കുറെ പേര് 41 to 50 നമ്പേഴ്സ് എഴുതി ഇട്ടിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറെ പേര് ചെയ്തിട്ടില്ല. ഞാൻ പേര് അടുത്ത ക്ലാസ്സിൽ വിളിക്കാം കേട്ടോ. ഹോംവർക്ക് ചെയ്യാത്തവരുടെ പേര് അടുത്ത ക്ലാസ്സിൽ വിളിക്കാം മിസ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ എല്ലാവരുടെയും അത്യാവശ്യം കുറെ പേരുടെ പേരൊക്കെ എനിക്ക് അറിയാം ഇപ്പം. മസ്ലോബ എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ. മസ്ലോബ പ്ലീസ് ഓൺ ദ വീഡിയോ. മസ്ലോബ, മസ്ലോബ പ്ലീസ് ഓൺ ദ വീഡിയോ. മിസ്സിനെ ഒന്ന് വിളിക്കണം മസ്ലോബ. വീഡിയോ ഓൺ ചെയ്യുന്നില്ല. വീഡിയോ നിങ്ങൾ ഓഫ് ആക്കുന്ന എന്തിനാ? മുഹമ്മദ് സാദ് ഓൺ ദ വീഡിയോ. ഓക്കെ, ഇപ്പൊ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ? ബിഫോർ നമ്പേഴ്സ്. ഇപ്പൊ 6ന് മുമ്പ് വരുന്ന നമ്പേഴ്സ് ആണ് ബിഫോർ നമ്പേഴ്സ്. മനസ്സിലായോ? 10ന് ബിഫോർ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 10 ബിഫോർ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 9, 8, 7, 6, 5, 4 അങ്ങനെ ബിഫോർ നമ്പേഴ്സ് വരും. 10ന്റെ ബിഫോർ നമ്പേഴ്സ് ആണ് ഇതൊക്കെ അല്ലേ? എന്നിട്ട് 10 ബിഫോർ നമ്പർ ഏതാണ്? 10ന്റെ ബിഫോർ നമ്പർ ഏത്? 9 അല്ലേ? അല്ലേ? ഹോൾഡ് യുവർ ഹാൻഡ്സ്. ആദിനാഥ്, നഹല ഫാത്തിമ അല്ലേ? നെക്സ്റ്റ് മിസ് ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഷൻസ ആൻഡ് സിയാന് പ്ലീസ് അൺമ്യൂട്ട്. പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ, 14 ബിഫോർ നമ്പർ. 14ന്റെ ബിഫോർ നമ്പർ ഏതാണ്? 14ന്റെ ബിഫോർ നമ്പർ 13 അല്ലേ? ഓക്കെ, ഗോഡ്വിൻ പ്ലീസ് അൺമ്യൂട്ട്. ഗോഡ്വിൻ പ്ലീസ് അൺമ്യൂട്ട്. 26 ബിഫോർ നമ്പർ. ഗോഡ്വിൻ, സോറി ഗോഡ്വിൻ പ്ലീസ് അൺമ്യൂട്ട്. 26 ബിഫോർ നമ്പർ. 25. Okay. Next, Nazim Muhammad. Nazim Muhammad, please unmute. 33 before number. 33 before number. Video on ചെയ്യണേ. Nazim Muhammad. 33 before number. Which number comes? Okay. Bhavika, please unmute. Bhavika, please unmute. 48 before number. 48. Sound illalo? 47. Good. Parvana, please unmute. Parvana, please unmute. Okay. 87. Sorry. നമ്മൾ 80 വരെയാണല്ലോ അല്ലെ പഠിച്ചത്. 8ന്റെ ബിഫോർ നമ്പർ. 8 ബിഫോർ നമ്പർ. 8 ബിഫോർ നമ്പർ. 7. Okay. Christy Joseph, please unmute. Christy. വേഗം വേണം, ഇപ്പൊ കട്ടാവും. 27ന്റെ ബിഫോർ നമ്പർ.
മിസ്സിനെ വിളിക്കണേ മസ്ലോബ. ഓക്കെ ബൈ. ഇപ്പൊ കട്ടാവും. ബൈ ബൈ. See you in the next class. Bye.